ലോകത്തെവിടെയായാലും ഒരപകടം നടന്നു കഴിഞ്ഞാൽ ആദ്യം ഉയർന്നു വരുന്നത് സുരക്ഷ എന്ന പ്രശ്നമാണ്. എന്തുകൊണ്ട് അപകടം സംഭവിച്ചു, അപകടത്തിലേക്ക് നയിച്ച കാരണങ്ങൾ, ഇവയൊക്കെയാണ് ആദ്യം ഉയർന്നു വരുന്നത്. അത്തരത്തിൽ പരിശോധിക്കുമ്പോൾ വലിയൊരു പിഴവാണ്, സുരക്ഷാ പിഴവാണ് കൊച്ചി സ്റ്റേഡിയത്തിൽ ഉമാ തോമസ് MLA കണ്ടിട്ടുണ്ട് ഉള്ളത്. 10,000-കണക്കിന് ആളുകൾ ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുന്ന സമയത്ത് എത്തുന്ന ഒരു സ്റ്റേഡിയത്തിൽ ആ സ്റ്റേഡിയത്തിന്റെ ഗാലറിയുടെ സീലിംഗ് അടർന്നു വീണു എന്ന് ഒഴിച്ചാൽ കാര്യമായ മറ്റപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 12,000-ഓളം പേരാണ് പരിപാടിയുടെ ഭാഗമായിട്ട് നൃത്തം ചെയ്യാനെത്തിയത്. പുറത്ത് വന്നൊരു വാർത്ത, ഈ പരിപാടിക്ക് ശേഷം പുറത്ത് വന്ന വാർത്തകൾ പ്രകാരം സിനിമാ താരങ്ങളും കേരളത്തിലെയും വിദേശത്തെയും വമ്പൻ ഡാൻസ് സ്കൂളിലെ ടീച്ചർമാരും കുട്ടികളും ഒക്കെയാണ് പരിപാടിക്ക് എത്തിയിട്ടുള്ളത്. ഈ സുരക്ഷാ പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ ഈ പരിപാടി നടത്തിയ സ്ഥലം, സ്റ്റേഡിയം വിട്ടു നൽകിയതിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നമുള്ളതായിട്ട് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം GCDA, കൊച്ചിൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അതോറിറ്റിയുടെ GCDAയുടെ കീഴിലാണ് ഈ സ്റ്റേഡിയം ഉള്ളത്. ഈ സ്റ്റേഡിയം ദിവസം 12 ലക്ഷം രൂപയ്ക്കാണ് വാടകയ്ക്ക് കൊടുക്കുക. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ടീമുമായിട്ടാണ് GCDA കോൺട്രാക്റ്റ് ഉള്ളത്. ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി, GCDA, അവർക്ക് കോൺട്രാക്റ്റ് ഉള്ളത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ടാണ് കൊച്ചി മൈതാനം. പിന്നെ ഒരു പ്രശ്നമുള്ളത് ഇവിടെ കെട്ടിപ്പൊക്കിയ സ്റ്റേജിനെ പറ്റിയാണ്. സാധാരണഗതിയിൽ നമ്മുടെ ഒരു മിനിമം കോമൺ സെൻസ് ആണ് എന്തെങ്കിലും ഒരു സ്റ്റേജോ മറ്റോ കിട്ടുമ്പം എങ്ങനെ അപകടം ഇല്ലാത്ത രീതിയിൽ അത് കെട്ടി ഉയർത്താന്നുള്ളത്. ആ ഒരു മിനിമം കോമൺ സെൻസ് പോലും ഇല്ലാതെയാണ് കൊച്ചി സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ സ്റ്റേജ് ഇട്ടത്. 20 അടി ഉയരത്തിൽ സ്റ്റേജ് കെട്ടുമ്പോൾ അതിൻ്റെ സേഫ്റ്റി സൈഡിനെ പറ്റി ആരും ആശങ്ക ഉയർത്തിയിട്ടില്ല എന്നുള്ളതാണ് അത്ഭുതം. ഇത്രയും വലിയ പരിപാടിക്ക് മുന്നേ കോർപ്പറേഷൻ അധികൃതരോ ഫയർഫോഴ്സോ പോലീസോ ഇവിടെ ഇത്തരത്തിലൊരു അപകട സാധ്യതയെപ്പറ്റി മനസ്സിലാക്കിയില്ല എന്നുള്ളതും ഒരു വലിയ സംശയത്തിനിടയാക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ മന്ത്രിമാരൊക്കെ എത്തുന്ന പരിപാടിക്കായിട്ട് പോലീസും മന്ത്രിമാരൊക്കെ എത്തുന്ന പരിപാടിക്ക് മുന്നേ പോലീസും മറ്റുള്ള വകുപ്പുകളും നടത്തുന്ന ചില പരിശോധനകൾ കണ്ടാത്തൊന്നും ഇവിടെ മറ്റെന്തോ വലിയ സംഭവം നടക്കുന്ന രീതിയിലാണ് പരിശോധന നടത്തുന്നത്. ഈ അപകടം നടന്നതിന് ശേഷമുള്ള ഒരു ഫയർഫോഴ്സിൻ്റെ റിപ്പോർട്ടുണ്ട്. അതായത് മന്ത്രി പങ്കെടുത്ത വേദിയിൽ പ്രാഥമിക സുരക്ഷാ ക്രമീകരണങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. പരിപാടി നടത്താൻ വേണ്ടി മാത്രമാണ് സ്റ്റേഡിയം തുറന്നു കൊടുത്തതെന്നും പരിപാടിക്ക് മുന്നേ വിളക്ക് കൊടുത്താൻ മാത്രമാണ് സ്റ്റേജിന് അനുമതി ഉണ്ടായിരുന്നുള്ളൂ. ആ സ്റ്റേജ് നിർമ്മിക്കാൻ അനുമതിയുള്ള ഗാലറിയിലല്ല, ഗാലറിക്ക് പുറത്താണ്. സംസ്ഥാനത്തെ ഒരു സുരക്ഷാ ചട്ടപ്രകാരം പറയുന്നത് 2 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള സ്റ്റേജാണെങ്കിൽ 1.5 മീറ്റർ ഉയരമുള്ള ബാരിക്കേഡുകൾ വശങ്ങളിൽ സ്ഥാപിക്കണം എന്നുള്ളതാണ്. ഇക്കാര്യം പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്നും പറയുന്നു. പക്ഷെ കലൂരിൽ 55 അടി നീളമുള്ള സ്റ്റേജും 8 അടി വീതിയിലാണ് കസേരകൾ ഒരുക്കിയത്. അത് 20 അടി ഉയരത്തിൽ 55 അടി നീളമുള്ള സ്റ്റേജ്. ഈ ക്യൂ സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതാണ് അവിടെ കൈവരിക്കായിട്ട് വെച്ചേക്കുന്നത്. സാധാരണഗതിയിൽ ക്യൂ സ്റ്റാൻഡ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആളുകളെ കൃത്യമായി വരി നിർത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ക്യൂ സ്റ്റാൻഡ് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം ഉള്ള വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ വിളക്ക് കത്തിക്കാനുള്ള സ്റ്റേജ് ഗാലറിക്ക് പുറത്താണ് നിർമ്മിക്കാൻ അനുമതി ഉണ്ടായിരുന്നത്. അത് ഗാലറിയിലോട്ട് മാറ്റി നിർമ്മിച്ചത് കൃത്യമായ അനുമതി ഇല്ലാതെയാണ് എന്നുള്ളതാണ്. ഈ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് ഏറെക്കുറെ 4 കോടി രൂപയിലേറെയാണ് സംഘാടകർക്ക് പിരിഞ്ഞു കിട്ടിയിട്ടുള്ളത്. അതിന് പുറമെ കാണാൻ വന്ന ആളുകളോട് 150 രൂപ വരെ വാങ്ങി സ്പോട്ടിൽ ടിക്കറ്റ് കൊടുത്തിട്ടാണ് ഉള്ളി കയറ്റി വിട്ടതെന്നും പറയുന്നുണ്ട്. കാരണം അത്രയ്ക്ക് സ്പോൺസർമാർ ഈ പരിപാടിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. എന്നാലും പരിപാടിക്ക് മുന്നേ സ്ഥലം MLAക്ക് ഇതുപോലൊരു അപകടം സംഭവിച്ചിട്ട്, അത് 20 അടി ഉയരത്തിന് താഴെ വീണ് ഗുരുതരമായ ഒരു അപകടം സംഭവിച്ചിട്ട് അവർ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ്. കാരണം ലോക റെക്കോർഡിനുള്ള പരിപാടി നടത്തുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. മറ്റെന്ത് സംഭവിച്ചാലും അവർക്കതിൽ നിന്ന് പുറകോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയാണ്. ഈ പരിപാടിയുടെ സുരക്ഷാ സാഹചര്യങ്ങൾ പരിശോധിക്കുന്നതിനോടൊപ്പം ഈ നടന്ന സമയം കൂടെ നമ്മൾ കാര്യമായിട്ട് നോക്കേണ്ടതുണ്ട്. കാരണം രാജ്യത്തെ മുൻ പ്രധാനമന്ത്രി മരിച്ച് 7 ദിവസത്തെ ദുഃഖാചരണം നടക്കുന്ന സമയത്താണ് ഇത്രയും പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തെ സാംസ്കാരിക മന്ത്രി അടക്കം പങ്കെടുത്ത്
ഇത്രയും വലിയൊരു പരിപാടി കൊച്ചി പോലെ ഒരു സ്ഥലത്ത് നടത്തുന്നുണ്ട്. അപ്പോൾ ഈ പരിപാടിയുടെ അപകടത്തിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ദിവ്യ ഉണ്ണിയുടെയും സംഘാടകരുടെയും തലയിൽ കെട്ടിവെച്ച് ഊരാൻ ഒരിക്കലും പറ്റില്ല. കാരണം ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തിയ സർക്കാർ വകുപ്പുകളുണ്ട്. സുരക്ഷ ഉറപ്പുവരുത്തേണ്ട തദ്ദേശ സ്ഥാപനങ്ങൾ അടക്കമുള്ള വകുപ്പുകളാണ് ഇതിൽ പങ്കുള്ളത്.